അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിൻ നതായിജിൽ മഅസിയത്തി, പാപത്തിൻ്റെ പരിണിതഫലം. പാപം ചെയ്താൽ ഉണ്ടാകുന്ന അതിൻ്റെ തിക്ത ഫലങ്ങൾ. ഒന്നാമത്തത് ഇളാഅത്തുൽ വഖ്തി, സമയം പാഴായി പോവുക. നല്ല കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കാൻ പറ്റുന്ന സമയം പാപം ചെയ്യുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. നന്മ ചെയ്യാൻ സമയം ലഭിക്കാതെ വരും. രണ്ടാമത്തത് ഖഫാ ഉൽ ഹഖ്, സത്യം ഒളിപ്പിച്ചു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. സത്യം നമുക്കറിയാം, പക്ഷേ ആ സത്യം തെറ്റുകാരന് മൂടി വെക്കുകയാണ് ചെയ്യുക. മൂന്നാമത്തത് ഹുമൂലു ദിക്ർ, ആലോചിക്കാനുള്ള അവസരം നഷ്ടപ്പെടുക, ആലോചനാശക്തി മങ്ങിപ്പോവുക. ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാനും ഈ പാപത്തിൻ്റെ പരിണിതിയെ സംബന്ധിച്ച് ഓർക്കാനും എന്താണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും ഒന്നും സമയം കിട്ടാതിരിക്കുക, ആ തരം ഓർമ്മകൾ വരാതിരിക്കുക. നാലാമത്തത് ലീഖുസ്സദർ, മനസ്സ് ഇടുങ്ങിപ്പോവുക, കുടുസായി പോവുക. നല്ല നല്ല ചിന്തകളൊന്നും അതിലേക്ക് വരില്ല. വിശാല വീക്ഷണം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. മനസ്സ് ഇടുങ്ങിപ്പോവുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഫസാദുർ റഅയ്, അഭിപ്രായം അത് ഫസാദായി പോവുക. അഭിപ്രായങ്ങളൊക്കെ അബദ്ധങ്ങളായി പോവുക, ദുഷിച്ചു പോവുക. നല്ല നല്ല അഭിപ്രായങ്ങൾ വരേണ്ട മനസ്സിൽ നിന്ന് ദുഷിച്ച അഭിപ്രായങ്ങൾ മാത്രമാണ് പിന്നെ വരുന്നുണ്ടാവുക. മറ്റൊന്ന് ഫസാദുൽ ഖൽബ്, ഹൃദയം തന്നെ കലുഷിതമായി പോവുക. ഹൃദയം ഒന്നിനും പറ്റാതെ ദുഷിച്ചു പോവുക. നല്ലതൊന്നും ആ ഹൃദയത്തിൽ നിന്ന് ജനിക്കാതിരിക്കുക. നന്മ ഒരു നിലക്കും അതിൽ നിന്ന് പുറത്തു വരാതിരിക്കുക. അതേപോലെ തന്നെയാണ് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയ കാഠിന്യം, ഹൃദയം കടുത്തു പോവുക. ആരോടും എന്ത് ദുഷ്ടതയും എന്തക്രമവും ചെയ്യാൻ മടിയില്ലാതിരിക്കുക, അതിന് ന്യായം കണ്ടെത്തുക എന്ന് മാത്രം. ഹൃദയം കടുത്തു പോവുക. എട്ടാമത്തത് ഖില്ലത്തു തൗഫീഖ്, അള്ളാഹുവിൻ്റെ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ ഉദവിയാണ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഇവിടെ നിർത്തുന്നത്. നേരെ മറിച്ച് ആ ഉദവി അത് കുറഞ്ഞു പോവുക. അള്ളാഹു നമ്മളെ പരിഗണിക്കാതിരിക്കുക, അള്ളാഹുവിൻ്റെ ഉദവി ലഭിക്കാതിരിക്കുക, നന്മകൾ ആ നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക. ഒമ്പതാമത്തത് ലിബാസു ദുല്ല്, നിന്ദ്യതയുടെ വസ്ത്രം എടുത്തണിയുക. ഒരിക്കലും ഇസ്സത്ത് ഉണ്ടാവില്ല, ഒരഭിവൃദ്ധി ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും നിന്ദ്യത മാത്രം. സമൂഹ മധ്യത്തിൽ നിന്ദിക്കപ്പെടും, ജനഹൃദയങ്ങളിൽ നിന്ന മാത്രം ബാക്കിയാവും. ഒരാൾക്കും ഒരിഷ്ടമോ ഒരു സഹതാപമോ തെറ്റ് ചെയ്യുന്ന ആളോട് ഉണ്ടാവുകയേയില്ല. മറ്റൊന്ന് മഹ്കുൽ ബർക്കത്ത് ഫി റിസ്ഖ്, റിസ്ഖിൽ ബർക്കത്തുണ്ടാവണമെന്ന്, അന്നത്തിൽ ബർക്കത്തുണ്ടാവുമെന്ന് സാധാരണ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അന്നത്തിലുള്ള ബർക്കത്ത്, അന്നത്തിലുള്ള അഭിവൃദ്ധി അത് മായ്ഞ്ഞു പോകും, അതില്ലാതെ വരും. ആഹാരത്തിലുള്ള ബർക്കത്ത് ഇല്ലാതെ വരും. എത്ര തെറ്റുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണെങ്കിലും അതൊരിക്കലും പ്രയോജനപ്പെടാത്ത അവസ്ഥ അതിനുണ്ടാകും. മറ്റൊന്ന് നിഫ്രത്തുൽ ഖൽഖ്, സൃഷ്ടികളുടെ വെറുപ്പ് സമ്പാദിക്കുക. മറ്റുള്ള ആളുകളുടെ വെറുപ്പ് മാത്രം നമുക്കുണ്ടാവും. ഒരാളുടെയും ഒരനുതാപം
നമ്മളുമായിട്ടുണ്ടാവില്ല. ആർക്കും നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല. വെറുപ്പ് തന്നെ, എല്ലാവർക്കും വെറുപ്പ്. തെറ്റ് ചെയ്യുന്ന ആളോട് ആർക്കും ഒരു സഹതാപം ഉണ്ടാവില്ലല്ലോ. ആ നിലക്ക് വെറുപ്പായിരിക്കും ഉണ്ടാവുക. മറ്റൊന്ന് വഹ്ശത്തും റബ്ബുമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു പോയിട്ട് ഒറ്റക്കാവുക. പടച്ചോൻ കൂടെ ഉണ്ട്, ഇന്നല്ലാഹ മഴയ ഇന്നല്ലാഹ മാന എന്നൊക്കെ പറയുന്ന എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന ചിന്ത, എൻ്റെ കൂടെ പടച്ച തമ്പുരാനുണ്ട് എന്നുള്ള ചിന്ത, അത് പറ്റെ പോയി പോവും. റബ്ബിൻ്റെ യാതൊരു വിധത്തിലുള്ള കരുണാകടാക്ഷം ഉണ്ടാവില്ല, അടുപ്പുണ്ടാവില്ല. അങ്ങനെ ഒറ്റക്കായി പോവുക, റബ്ബിൽ നിന്ന് അകന്ന് പോവുക. ഈ തരം 12 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ആ നിലക്കുള്ള കാര്യങ്ങളായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. 13 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും ആവർത്തിക്കുന്നില്ല. പാപം കൊണ്ട് ഉണ്ടാകുന്ന സംഗതി സമയം നഷ്ടപ്പെടും, സത്യം മൂടിവെക്കപ്പെടും, ആലോചനകൾ മങ്ങും, മനസ്സെടുക്കുണ്ടാവും, അഭിപ്രായത്തിൽ സുബദ്ധത ഉണ്ടാവില്ല, മനസ്സ് ചീത്തയായി പോകും, ഹൃദയം കടുത്തു പോകും, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിന്ദ്യതയുടെ വസ്ത്രം എടുത്തണിയേണ്ടി വരും. വിഭവം അതിൽ ബർക്കത്തുണ്ടാവില്ല. എവിടെ നിന്ന് ഉണ്ടാക്കിയാലും അതിൽ ബർക്കത്ത് കാണില്ല. അതേപോലെ തന്നെ ഇജാബത്തി ദുആ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. തെറ്റ് ചെയ്യുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കില്ല. നിഫ്രത്തുൽ ഖൽഖ്, സൃഷ്ടികൾ മുഴുവൻ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. അതുപോലെ അൽ വഹ്ശത്ത് മാ റബ്ബിൽ നിന്ന് ഒറ്റപ്പെടും, അകന്നു പോകും. ഇതോരോന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെയായിരിക്കും തെറ്റിൻ്റെ പരിണതി. അതുകൊണ്ട് കഴിയുന്നതും തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുക, നന്മയോട് അടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നന്മ കൂടുതൽ ചെയ്യാൻ, തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.